അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, കണ്ടായിരുന്നോ? അവിടെ വന്നപ്പോ കണ്ടായിരുന്നു. മഞ്ഞൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മളെവിടെ ഉള്ളതെന്ന് പറയണ്ടേ? അതെ, പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്ത്. ബാക്കി എവിടെയാ? താബോർ തെരുവുമല റോഡിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പൊക്കെ ഉണ്ടല്ലേ. ഞങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുക്കാനാണ് വന്നത്. ഇനി അങ്ങോട്ട് പോയി നോക്കാം. കുറച്ചുകൂടെ അങ്ങോട്ട്, ഇതല്ല മെയിൻ ആയിട്ടുള്ള സ്ഥലം, അവിടെയാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പം അതിന് മുന്നേ ചെറിയൊരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം, പിന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നിർത്തിയതാണ്. ഇവിടെ കുറച്ചുകൂടെ മഞ്ഞ ഉണ്ടായിരുന്നു, മഞ്ഞിങ്ങനെ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരിടത്ത് നിൽക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയാണ്. നീ കടച്ചക്ക അല്ലെന്നത് പറയുന്നത്? അല്ല, അത് കടച്ചക്ക. ഇവിടെ കടച്ചക്ക ഈ കാട്ടില് ഇവിടെയൊക്കെ മനുഷ്യന്മാർ താമസിക്കുന്നുണ്ടോ ശരിക്കും? ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ ഒരു തണുപ്പാതെ ശരിക്കും. നല്ല മഞ്ഞ് പോകുന്നുണ്ടോ? നമ്മൾ അവിടെ നിന്ന് കണ്ട് മഞ്ഞ് ഇവിടെ ഇപ്പോൾ ഒരു ആന വന്നല്ലോ. ആന വന്ന് ഓടാൻ പാടില്ല, കല്ല് പാറ പോലെ നിൽക്കണം എന്നാണ് പറയാറ്. നിന്നാ മതിയല്ലോ, നമ്മളൊന്നും ചെയ്യാൻ. ശരി, ഇവിടെ കണ്ടിട്ട് ആ ഒരു വൈബല്ലേ? ഒരു എടനേല, പുതിനേല, പുതിനേല അതന്നെ സാധനം. പുതിനേല ഈ കുമ്പിളിപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഇല്ലേ? അത് ഇതിന്റെ വലുത്. ഇത് ബിരിയാണിക്കകത്ത് ഇടുന്നില്ലേ? അല്ല, അതെ അതെ. കുഞ്ഞിനൊന്നും അറിയത്തില്ല എങ്ങോട്ടാ നടക്കണ്ടേ. അതാ തിരിഞ്ഞത്. ഇവിടെ എടി പുഴു. ഒരു പുഴു നിന്റെ മേത്ത് വന്നാലും എന്നെ കാണത്തില്ല, ഓടും. എനിക്ക് പുഴുവിനെ ഭയങ്കര പേടിയാണ്. ഇതെന്നാര്? ഇതൊക്കെ ഫുള്ള് താഴേക്ക്. ഇത് അപ്പുറത്തോട്ടോ അല്ലേ? കണ്ടിട്ട് എന്നാ തോന്നുന്നത്? പക്ഷെ ഇത് വെട്ടുന്ന റബ്ബർ ഇങ്ങനെ കുത്തനെ കയറ്റേക്ക് കൊടുക്കും. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒരു വൈൽഡ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളെപ്പോഴും നോർമൽ ആയിട്ടുള്ളവരല്ലോ. ഇത് ഇങ്ങൊന്ന് ഇവിടെയൊക്കെ വന്ന് റബ്ബർ വെട്ടണമെങ്കിൽ തന്നെ ആലോചിക്കും. വെളുപ്പിന് വരണം. ഇപ്പൊ തന്നെ തണുപ്പിച്ച് വയ്യ. മഴയുണ്ട്. ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ കറക്റ്റ് സ്പോട്ടല്ലേ? ഫാമിലി ആയിട്ടും വരാം, ഫ്രണ്ട്സായിട്ടും വരാം. പക്ഷെ എനിക്ക് കപ്പിൾസ് ആയിട്ടും വരാം. അതിപ്പോ ഇല്ലല്ലോ. ശരിയാ, സംസാരിച്ചേ പോലെ. അല്ല, മറ്റേ ഒരു എന്താ പറയണ്ടേ, ഒരു ചെറിയൊരു ചായക്കടയൊക്കെ സൂപ്പറാ. ടീ ഷോപ്പൊക്കെ ഇവിടെയൊക്കെ എങ്ങനെ വെക്കാൻ ഈ മഴയത്തും കാറ്റത്തൊക്കെ വെച്ചാൽ? ചിലപ്പോൾ ഉണ്ടാവൂടി. അങ്ങോട്ട് റിസോർട്ടൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. നോക്കാം. നല്ല ക്ലൈമറ്റാണ്, നമ്മളെ മടുപ്പിക്കാത്തൊരു ക്ലൈമറ്റ്. ഇപ്പം ഇത്രയും നടന്നിട്ട് നമുക്ക് ആ ഒരു ടയർനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. വാങ്ങയില്ല അല്ലേ? അപ്പം വല്ലാത്ത മഴയായതുകൊണ്ട് ഞങ്ങൾ കുട എടുത്തു. അതന്നെ. ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് നനയെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മഴയാ, ജലദോഷമൊക്കെ വരും. പിന്നെ ഇത് ഹെവി റെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ കുട ചൂടി പോകുമ്പോഴും അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അതെ അതെ. മഴേൻ്റെ ഹെവി ആയിട്ടുള്ള ഇത് കാരണം നമ്മളൊരു കുട എടുത്തിട്ടുണ്ട്. ഇതാണ് കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് തലയിലിട്ടുകൊണ്ടായിരിക്കും ഇനി പോകുന്നത്. കാരണം ചാറ്റൽ മഴ നനഞ്ഞ് പനി വരും, തുമ്മൽ വരും. ഇവിടെ ചെറിയൊരു പെട്ടിക്കടയൊക്കെ പോലത്തെ കാണുന്നുണ്ട്. പെട്ടിക്കടയാണോ അറിയത്തില്ല, എന്തോ ഓപ്പൺ ഒന്നും അല്ല, അടച്ചിട്ടേക്കുവാ. ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ നല്ല ആളുള്ളതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കട തുറക്കില്ല, മൊത്തം കല്ല്.
നമ്മൾ അങ്ങനെ നടക്കുവാണ് മേളിലേക്ക്. ഇത് അല്ല ചായക്കടയോ പെട്ടിക്കട? കടലക്കട പോലെ എനിക്ക് തോന്നുന്നു. കടല എന്താണ്? കടല തരുന്ന കട, കടലക്കട. ഓ അങ്ങനെ. കശുവണ്ടി ഇവിടെ മൊത്തം കശു. പുഴു ഉണ്ടാവും. എന്തിനാ എന്നെ ഫൈലാക്കുന്നേ? അതായത് രമണി, കശുമാവിൻ്റെ ചുറ്റും പുഴുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പുഴുവിനെ കണ്ടാൽ ഞാൻ ഓടും. അതല്ലേ പറയാൻ വന്നേ. വളരെ ദുർഘടം പിടിച്ച വഴിയാണിത്. കല്ല, നമ്മുടെ കല്ലും മണ്ണും വഴിയാണ്. ആ ഒരു ആംബിയൻസ് അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലേ. വെരി നൈസ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആ ടയർഡ്നെസ് ഫീൽ ചെയ്തില്ല, അതിൻ്റെ ക്ലൈമറ്റ് കാരണം. വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ മഴയത്ത് വെള്ളം കൂടിട്ടാണ്ട് കൂടെ എടുത്തിട്ട് വന്നേ. ഇവിടെ നമ്മൾ തലയിടാൻ കൊണ്ടുതന്നെയാണ്. പക്ഷെ മഴ പെയ്യുന്നില്ല. കൂട് തല വീടുന്നു ഇല്ലടി, മതിയാക്കാൻ പറയവരോടെ. ചെവി അടങ്ങി. അയ്യോ നല്ല കാറ്റുണ്ട്. നമുക്കിവിടെ കാണുമ്പോൾ ഇത് പറഞ്ഞതാ. അവിടെ കുഞ്ചിന്ന് പെട്ടിക്കടയോ ആന നടന്നു വന്നാലും ഉരുണ്ട് വീഴും കഴിച്ചു. ഇതായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഇതുപോലെ ടെന്റ് പോലത്തെ ഒരു നമുക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഇത്രയും വലിയ കയറ്റമായിട്ട് വരുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരോട് ഇരിക്കാനൊരു പൊട്ടി പൊളഞ്ഞാന്നേ ഉള്ളൂ. സെറ്റപ്പ് ആക്കിയതാണെന്ന് തോന്നുന്നു. ഐ ഗസ് ഇരിക്കാൻ ഇടയില്ല. ഇതൊക്കെ ഫോട്ടോ എടുക്കാമല്ലേ? ഒരു വിൻറ്റേജ് ഷൂട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ഇവിടെ നടത്താൻ പറ്റും. എടുത്തോ. പുതിയ മാരേജ് ഇതൊക്കെ എടുക്കാമായിരുന്നു. സേവ് ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ ആംബിയൻസ് ഒക്കെ എടുത്ത് നമുക്ക് എടുക്കാം. ഇതാണോ എൻ്റെ കയറ്റവാ? നമ്മൾ ഇതുവരെ കയറി കഴിഞ്ഞിട്ടില്ല, ഇനിയും കയറിക്കൊണ്ടിരിക്കുക. ഇത് എനിക്ക് തോന്നുന്നത് എൻഡ്ലെസ് ആയിട്ടുള്ളൊരു വഴിയാണ്. ഇനി പ്രതീക്ഷിക്കാം. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ലോങ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം. ഇങ്ങനെ എന്താ പറയണ്ടേ, പോയി നോക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അല്ല ഞാനത് ആത്മകത്വം പറഞ്ഞു. അതെ അതെ, ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്കുള്ളൊരു പേടിയൊന്നും മൊത്തം മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ പുഴു വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പാമ്പൊക്കെ വന്ന് നമുക്ക് ചവിട്ടിയെങ്കിലും കൊല്ലാം. പക്ഷെ പുഴു എന്നെ ചവിട്ടിക്കൊല്ലാന്ന്? പാമ്പിനെ ചവിട്ടിക്കൊല്ലാന്ന്. ചവിട്ടിയോ ഞുള്ളിയോ കൊല്ലാം. ഞുള്ളിയോ? പുഴു വെരി ഡേഞ്ചർ. അതെ അതെ, പാമ്പിനേക്കാളും ഡേഞ്ചർ ആണല്ലോ പുഴു. അതെ, നോ ഡൗട്ട്. അതെ അതെ, അതിൻ്റെ ഒരു ഗവേഷണത്തിലാണ് നീ വന്നേ. നേരെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലേക്ക് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളൊക്കെ സ്റ്റാമിന കൂടുതലായതുകൊണ്ട് അവർ ഫ്രണ്ടിൽ പോകുന്നു. നമ്മൾ കുറച്ച് ബേക്കിലാണ്. പയ്യെ പോയാൽ മതി. പയ്യെ പോയാൽ പനയന്തിരിക്കും. ഇവിടെ പുളിമുട്ടേൻ്റെ കവറൊക്കെ കിടക്കുന്നു. ആ കട തുറന്നായിരുന്നത് മേടിച്ചോണ്ട് വരായിരുന്നല്ലേ. പെട്ടിക്കട തുറന്നില്ല. എനിക്ക് തോന്നുന്നത് മഴ ആയതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ അടച്ചിട്ട് ക്ലോസ്ഡ് ആണ്. കാരണം നമ്മുടെ ഇവിടുത്തെ മൊത്തമുള്ള ഇത് നമുക്ക് അഡോർ ചെയ്യാൻ പറ്റുന്നില്ല. മഴ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ. കട അടച്ച് വെക്കുക. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമുണ്ട് ഇരിക്കാനൊന്നും. തെരുവപ്പുല്ല്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇത്രയും നല്ലൊരു വ്യൂ കണ്ടത്. നമ്മുടെ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുള്ള ആലക്കോട് പള്ളി നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം. മഞ്ഞ് നോക്ക്, മഞ്ഞും കൊണ്ട് ഇങ്ങനെ മൂടി ഒരു ഹാഫ് വ്യൂ ആണ്, ഒരു സെമി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല കാറ്റ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇത്രയും കയറി വന്നിട്ട് മടുത്തു. അതെ, നേരത്തെ പറഞ്ഞതൊക്കെ മാറി. സത്യം, അതെല്ലാം ഞങ്ങൾ മാറ്റി പറഞ്ഞിരിക്കും. നല്ലോണം നടക്കാനുണ്ട്. പക്ഷേ മഞ്ഞ് കയറി കയറി വരും. ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇതൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണ്. ചില്ലാണ്. ചില്ലിയ
മതി കുറച്ച് ഇനി എടുക്കാം. മ്യൂസിക് എന്താ കാറ്റാ. എനിക്ക് ഇങ്ങനെ പൈതൽമനെ പോയ ഫീല്. ഈ ചെരുപ്പിട്ട് വള്ളിച്ചെരുപ്പിട്ടുണ്ട് വരാനുള്ള ഇനി. അതെ. Love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets. ഏറ്റവും കയറി അത്യാവശ്യം ഒരു ഫ്ലാറ്റ് പരന്നൊരു സ്ഥലത്ത് എത്തി. സ്ട്രേറ്റ് നടക്കണം. സത്യം പറയും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് മടുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നല്ല ഈ ഒരു ടൈമിൽ അതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ നന്നായിട്ട് നമുക്ക് നല്ല തണുപ്പൊക്കെ, അതാണ് മെയിനായിട്ടുള്ളത്. കുറച്ചൊരു ഓണം കഴിക്കും. നമ്മളങ്ങനെ കുറേ നേരത്തെ അധ്വാനം കൊണ്ട് എത്തി. പിടിച്ചോ. കുറേ നേരത്തെ കഷ്ടപ്പാടുകൊണ്ട് നമ്മളിവിടെ എത്തി. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുപ്പുള്ളതുകൊണ്ട് നമുക്കധികം ടയേർഡൊന്നും ആവത്തില്ല. പക്ഷേ അത്യാവശ്യം വേർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നത് വെറുത്തിട്ടാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അടിപൊളിയാ. മഞ്ഞ് ഫുള്ള് മഞ്ഞാണ്, നമുക്ക് കാണാൻ പറ്റും. സാധാരണ മഞ്ഞുള്ളിടത്തോട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അവിടെ മഞ്ഞുണ്ടാവില്ല. സത്യം. വി ക്യാൻ ഫീൽ. മൊത്തത്തിൽ അടിപൊളിയാണ്. നിറച്ച് പാറയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ വഴി കാണുന്നുണ്ട്. നോക്കാം. വീടരുത് അങ്ങോട്ടാ. അവിടെ മനുഷ്യക്കുഞ്ഞ് പോലും കാണും. ഇനിയും കയറ്റവാ. നമ്മൾ കയറിയതൊന്നും കയറ്റമല്ല, ഇനിയാണ് കയറാൻ പോകുന്നത്. പാട്ട് ഒരുമിച്ചല്ല താഴേക്ക് നോക്കാം. നമുക്കൊന്നും കാണത്തില്ല അവിടെ. ഫുള്ള് മഞ്ഞും കൊണ്ട് മൂടിയിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. കൂവിയാലോ? വേണ്ട. ഓ, അതിലൂടെയാണ് നമ്മൾ കയറി വരുന്നത്. തിരിച്ചു മൊത്തം ഇറങ്ങണ്ടേ? അതാലോചിക്കുമ്പോ മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ നേച്ചറായിട്ടൊക്കെ നല്ലൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വരാം. അതെ, മന്ദിരൊക്കെ കുറേ ഉണ്ട്. മഞ്ഞാണ് കേട്ടോ. ഇപ്പൊ കറക്റ്റ് ഒരു ടൈം ഏകദേശം 6 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ് നല്ലോണം വരുന്നുണ്ട്. നേരത്തെ നമുക്കൊരു ലോങ് വ്യൂ ഒക്കെ കാണാമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ഫുള്ള് മഞ്ഞ് കാരണം മൂടിയിരിക്കുക, ഒന്നും കാണത്തില്ല. പാറകൾ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ഞമ്മൽ ബോയ്സ്, മഞ്ഞമ്മൽ ബോയ്സിൻ്റെ പാറയാണ്. അതെ അതെ, കുട്ടിക്കുഞ്ഞി അടിച്ച് കിടന്നേനെ. ഗൈസ്, നമ്മൾ അങ്ങനെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത്ര നേരം നടന്നതിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ കാണുവാണ്.
പറയാണ്ടിരിക്കാൻ പോയ്യ. സൂപ്പർ, അടിപൊളിയാണ്. മഞ്ഞക്ക് അതിന് മണ്ടേ കയറാം. നമ്മുടെ ഹെയറിലൊക്കെ ആ ഒരു മഞ്ഞ് തുള്ളി വെള്ളത്തിന്റെ ഇത് നമുക്ക് മനസ്സിലാവും. നല്ല രസമുണ്ടല്ലേ. ഇവിടെ കുറെ പേര് കൂന്നൊക്കെ ഉണ്ട്. എന്നാടി അടിപൊളി. ഇങ്ങോട്ട് വന്നിട്ട് പറ. അടിപൊളിയാണ്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഓ വേസ്റ്റാ. എന്റെ മോന്. അപ്പൊ നമ്മള് ടോപ്പ് സ്ഥലത്തെത്തി. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് വരാം. വരുന്നതിനൊരു 6 മണിക്ക് മുന്നേ ഒക്കെ വരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഞ്ഞാണ് ഫുള്ള്. നമുക്കിവിടെ സ്റ്റേ തിരിച്ചൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വൈബ് സ്ഥലം ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന ഫാമിലി ഒക്കെ ആയിട്ട് വന്ന വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ഊട്ടിയിലും കൊടൈക്കനാലും പോകുന്നത്. അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയില്ല.
ഞങ്ങള് എത്തിയിരിക്കുകയാണ് കല്ലും മുള്ളും. അതെ, താണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് വരണം, എങ്ങനെ വരണ്ടേന്ന് വെച്ചാല് കണ്ണൂര്, തളിപ്രമ്പ്, ആലക്കോട്, കാർത്തിപുരം. അതെ, കാർത്തൂര് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വഴിക്ക് വരാം. കുറച്ചൊരു ഓഫ് റോഡൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഉദയഗിരി വഴി താബോർ, തെരുവുമല ആ റൂട്ടിൽ വരാം. ലാസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയാണ്. അല്ലാണ്ട് നമുക്ക് ടാറിംഗ് റോഡിൽ വരണമെങ്കിൽ കാർത്തിപുരം, പുതുശ്ശേരി വഴി വരാം. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് നല്ല എളുപ്പമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ എളുപ്പമായിട്ട് എത്താം. അപ്പം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 6 മണി വരെ പ്രവേശനമുള്ളത്, അത് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ശനിയും ഞായറൊക്കെയാണ് കൂടുതൽ ആൾക്കാരുള്ളത്. ആ സമയത്ത് ഈ പെട്ടിക്കടയൊക്കെ തുറക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വൈബാക്കി പോയി. ഈ സമയത്ത് ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് അവരിതൊക്കെ അടച്ചിട്ടേക്കുന്നതാണ്. ശനി ഞായറൊക്കെയാണ് കൂടുതൽ ആൾക്കാർ. അപ്പൊ ആ സമയത്ത് വരുമ്പോൾ 6 മണിക്ക് മുന്നേ വരിക. അപ്പോൾ ടാറ്റ ബൈ ബൈ പറയാൻ ടൈമായി. നമുക്ക് അടുത്ത ബൈ. ശരിദൂരങ്ങൾക്കപ്പുറം സത്യമറിയാൻ, വഴിവേഗതകൾക്കൊപ്പം വാർത്തകൾ തുറയ്ക്കാൻ മലയോരം ന്യൂസിന്റെ ഭാഗമാകാം. മലയോരം ന്യൂസ്, മലയോരത്തിന്റെ നൂതന വാർത്താമുഖം.